പ്രിയപ്പെട്ടവരെ, എങ്ങനെയിരിക്കുന്നു? നന്നായിരിക്കുന്നുവോ? സന്തോഷമായിരിക്കുന്നുവോ? ഈ ദിവസം എങ്ങനെയുണ്ട്? രാവിലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ സന്തോഷമുണ്ടോ? മനസ്സാനന്ദിക്കുന്നുണ്ടോ? അതോ വീട്ടിനുള്ളിൽ എന്തെങ്കിലും ബാധിപ്പോ മനക്ലേശമോ കഷ്ടമോ ഉണ്ടോ? ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, എല്ലാം ശരിയാകും. എങ്ങനെ ശരിയാകും എന്ന് വിചാരിക്കുകയാണോ? ദൈവം ഒരു ഉപദേശം തരുന്നത് കേൾക്കാം. എഫേസ്യർ 5:21 ക്രിസ്തുവിന്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിപ്പിൻ. നമ്മുടെ സന്തോഷവും സമാധാനവും ബാധിക്കപ്പെടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വീട്ടിൽ തന്നെ എനിക്ക് നിങ്ങൾ പറയുന്നത് അനുസരിക്കാനാവില്ല, നീ അനുസരിച്ചേ പറ്റൂ എന്ന്. ഭാര്യയ്ക്കും ഭർത്താവിനും തമ്മിൽ പ്രശ്നം, മക്കൾക്കും മാതാപിതാക്കൾക്കുമിടയിൽ വാക്കുതർക്കമുണ്ടാവുന്നു. നീ നിന്റെ അച്ഛൻ പറയുന്നത് അനുസരിച്ചേ പറ്റൂ, മാതാപിതാക്കൾക്ക് കീഴടങ്ങണം. ഇല്ല, ഞങ്ങളുടെ ഇഷ്ടപ്രകാരം ചെയ്യും, കീഴടങ്ങാൻ എന്നെ കിട്ടില്ല. നിങ്ങൾക്കൊന്നും അറിയില്ല, മാതാപിതാക്കൾക്ക് കീഴടങ്ങണമെന്ന് ദൈവം പറഞ്ഞിരിക്കുന്നു. ഭാര്യമാരെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ എന്നാണ് ബൈബിളിൽ ഉള്ളത്. ഞാൻ പറഞ്ഞത് നീ അനുസരിക്കണം, ഇല്ല ഇതായിരിക്കും നല്ലതെന്ന് പറഞ്ഞാൽ അതൊന്നും കേൾക്കാൻ പറ്റില്ല. അങ്ങനെയാകുമ്പോൾ ഭർത്താവ് പറയുന്നു, നീയാണ് എനിക്ക് കീഴടങ്ങേണ്ടത്. മാതാപിതാക്കൾ മക്കളോട് പറയും, നിങ്ങളാണ് ഞങ്ങൾക്ക് കീഴടങ്ങേണ്ടത്. ശരിയാണ്. അതേസമയം നിങ്ങൾ അന്യോന്യം കീഴടങ്ങുവിൻ എന്ന് വചനം പറയുന്നു. അപ്പോൾ ഭാര്യ ചില നല്ല ആശയങ്ങൾ പറഞ്ഞാൽ അത് സ്വീകരിച്ച് ശരിയെന്ന് പറഞ്ഞ് അതിന് കീഴടങ്ങണം. ഇതിലെന്തിനാണ് അഭിമാനം നോക്കുന്നത്? അതാണ് ഈഗോ. അതിനിടം കൊടുക്കാതെ എന്റെ ഭാര്യ കർത്താവ് എനിക്ക് തന്ന സഖിയാണ്, ഒരു നല്ല ആശയം പറഞ്ഞാൽ ഓക്കെ ചെയ്യാമെന്ന് പറയണം. ഞാനതനുസരിക്കില്ല, നീയാണ് എന്നെ അനുസരിക്കേണ്ടത്. ഈ വാഗ്വാദത്തിന് ഇടം കൊടുക്കരുത്. ചില മക്കൾ നല്ല ആശയങ്ങൾ പറയാറുണ്ട്. ഇപ്പോഴത്തെ നിലവാരപ്രകാരം നിനക്കെന്തറിയാം, മാതാപിതാക്കളെ അനുസരിക്കണമെന്നാണ് ബൈബിളിൽ പറയുന്നത് എന്ന് പറയുന്നു. മക്കള് നല്ലത് പറഞ്ഞാൽ അച്ഛനമ്മമാർക്ക് അത് സ്വീകരിച്ചുകൂടെ? അത് സ്വീകരിക്കണം. ഞാനാണ് ലീഡർ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണം. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിലും അത് അനുസരിക്കണം. അല്ല സാർ, ഇതിങ്ങനെ ചെയ്താൽ നന്നായിരിക്കുമെന്ന് ജീവനക്കാർ പറഞ്ഞാൽ മേലധികാരിയാണെങ്കിലും ശരിയെന്ന് പറഞ്ഞ് അത് ഏറ്റെടുക്കണം. അപ്പോഴേ തമ്മിലുള്ള ബന്ധം നിലനിൽക്കുകയുള്ളൂ. സ്നേഹം നിലയ്ക്കും, അവിടെ സമാധാനവും അനുഗ്രഹവും നിലച്ചു നിൽക്കും. ഈഗോയിസം, അഹങ്കാരം, ഞാനാണ് നിന്റെ ഭർത്താവ്, ഞങ്ങൾ അച്ഛനമ്മമാരാണ്, ഞാനാണ് ലീഡർ എന്ന അഹങ്കാരത്തിന് ഇടം കൊടുത്താൽ ബന്ധങ്ങൾക്ക് കോട്ടം തട്ടുമ്പോൾ സന്തോഷമുണ്ടാവില്ല, സമാധാനമുണ്ടാവില്ല. എന്തിനാണ് ഈ വീട്ടിലിരിക്കുന്നതെന്ന് തോന്നും, ഈ ജോലി എന്തിനാണെന്ന് തോന്നും. കാരണം നമ്മളാണ്. അന്യോന്യം കീഴടങ്ങാൻ നമ്മൾ സന്നദ്ധരാകുമ്പോൾ ഒരു പ്രശ്നവും ഉണ്ടാവില്ല, സാത്താൻ അകത്ത് കിടക്കാനാവില്ല. അതിനാൽ കർത്താവേ, ഞങ്ങൾ അന്യോന്യം കീഴടങ്ങുന്ന സ്നേഹത്തെ എനിക്ക് തരയണമേ, ഞങ്ങൾക്ക് തരയണമേ. അങ്ങയുടെ വചനപ്രകാരം ഞങ്ങൾ ജീവിക്കണമെന്ന് നിങ്ങളെ സമർപ്പിക്കൂ. മഹത്തായ അനുഗ്രഹമുണ്ടാകും. ഞങ്ങൾ പലരെയും ലീഡർമാരാക്കിയിട്ടുണ്ട്, അവർക്ക് പല ചുമതലകളും കൊടുത്തിട്ടുണ്ട്. ലീഡേഴ്സ് അല്ലാത്തവരും ചില ആശയങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. അത് കർത്താവിന് ഹിതമാണെങ്കിൽ സ്വീകരിക്കുന്നു. ഞാൻ പറയും, ഓക്കെ ഇത് ചെയ്യാമല്ലോ എന്ന്. പകരം ഞാനാണ് ലീഡർ, നിങ്ങൾ പറയുന്ന പോലെ ഒന്നും ചെയ്യാനാവില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അഹങ്കാരമുണ്ട്, ഗർവമുണ്ട് എന്നർത്ഥം. എല്ലാം കുഴപ്പത്തിലാകും. കുറച്ച് വിട്ടുകൊടുക്കണം, വളഞ്ഞുകൊടുക്കണം, അന്യോന്യം കീഴടങ്ങാനായി സമർപ്പിക്കണം. അപ്പോഴേ നമ്മുടെ ജീവിതം നന്നാവൂ. വസിക്കുന്ന സ്ഥലം, ജോലി ചെയ്യുന്ന സ്ഥലം, ബിസിനസ് ചെയ്യുന്ന സ്ഥലം എല്ലാം സന്തോഷമുള്ളതായിരിക്കും. സമർപ്പിക്കുമോ? ഒരൽപ്പം വളഞ്ഞു കൊടുക്കാത്തതുകൊണ്ട് വീട്ടിനുള്ളിൽ എന്തുമാത്രം പ്രശ്നങ്ങളുണ്ട്. അവര് പറഞ്ഞത് സ്വീകരിക്കാതെ നിങ്ങള് വീമ്പ് പറഞ്ഞുകൊണ്ടിരുന്നു. നിനക്ക് കീഴടങ്ങാൻ എന്നെ കിട്ടില്ല, അതുകൊണ്ട് എന്തുമാത്രം പ്രശ്നങ്ങൾ. ഭാര്യ നല്ല ആശയം പറഞ്ഞു, അത് കേൾക്കാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്തുമാത്രം കുഴപ്പങ്ങൾ. വ്രത അഹങ്കാരത്തിനിടം കൊടുക്കാതെ പരസ്പരം കീഴടങ്ങാൻ വിട്ടുകൊടുക്കണം. മനസ്സിലായോ? ദൈവത്തോട് പറയൂ, കർത്താവേ, അന്യോന്യം കീഴടങ്ങണം എന്ന ഉപദേശത്തെ ഞാൻ സ്വീകരിക്കുന്നു. മറ്റുള്ളവർ പറയുന്ന ആശയങ്ങളെ സ്വീകരിച്ച് കീഴടങ്ങാനുള്ള മനസ്സ് എനിക്ക് തരയണമേ. ഞങ്ങൾ അന്യോന്യം കീഴടങ്ങി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള കൃപ തരയണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ